ഹലോ ഗൈസ്, എൻ്റെ പുതിയ ബൂസ്റ്റ് ടെക് ന്യൂസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഞാൻ പുതിയ തുടങ്ങിയ ബൂസ്റ്റ് ടെക് ന്യൂസാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്താണ് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ ഓസമാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് ചാടിക്കിടക്കാം. ആദ്യത്തെ ന്യൂസാണ് വിവോൻ്റെ X200 Pro ഉണ്ടല്ലോ. X200 Proന് ഈ ഡിസ്പ്ലേൻ്റെ അവിടുത്തെ ദി ബെസ്റ്റ് ക്യാമറ ഫോൺ. അതിൻ്റെ ഫോട്ടോസൊക്കെ വേറെ വേറെ ലെവലാണ്. പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേൻ്റെ അവിടുത്തെ ഗ്ലൂ ഇളകിപ്പോയിരുന്നുണ്ട്. അതെന്താ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഈ 1-2 റുപ്യല്ലേ കൊടുക്കണത്, 1,00,000 നമ്മൾ എണ്ണി കൊടുക്കണത്. അതിൻ്റെയൊക്കെ ഗ്ലൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വിവോ. ആപ്പിളിലൊന്നും ഈ പരിപാടി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആപ്പിളിന് സാംസങ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഇങ്ങനെ 1,00,000 എത്ര എണ്ണി കൊടുക്കണേ നമ്മളൊരു ഫോണിന്. എന്നിട്ട് ഇങ്ങനെ വരേണ്ടത്. മറ്റേ ഇവരാണെങ്കിൽ ചാർജറൊന്നും തരുന്നില്ല, അത് പോട്ടെ. മറ്റേ ആപ്പിളും സാംസങ് ഒക്കെ ഒരു ഡിസ്പ്ലേക്കും ഇതിനൊന്നും ഗ്ലൂവിനൊന്നും വലിയ പ്രശ്നം വരുന്നില്ല. ഇതെന്തത് മോശം കേട്ടോ, വളരെ മോശം. ഇത് വിവോൻ്റെ പ്രശ്നമാണ്. വിവോൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അത് വിവോൻ്റെ പ്രശ്നമാണ്. ക്യാമറക്ക് സെറ്റ് ക്യാമറയാണ്, പക്ഷേ പാടി. അടുത്തതാണ് സാംസങ്ങിൻ്റെ S23 ഇല്ലേ, അതിന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്രീൻ ലൈൻ വന്നു. അപ്ഡേറ്റ് ചെയ്തിട്ടും അപ്ഡേറ്റ് ചെയ്യാതെയും വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ എത്ര റുപ്യ S23 എത്രയെന്ന് 75,000 ഇറങ്ങിയപ്പോൾ 75,000 വില വരുന്നുണ്ടായിരുന്നു. 1-2 റുപ്യ 20,000 ഫോണിനൊക്കെ ഗ്രീൻ ലൈൻ വരികയാണെങ്കിൽ കുഴപ്പമില്ല. 1,00,000 കൊടുത്ത് ഫോൺ വാങ്ങിയിട്ട് അതിനൊക്കെ ഗ്രീൻ ലൈൻ വന്ന് അത് സർവീസ് സെൻറ്റർ കൊണ്ട് കൊടുത്താൽ ഒരു കൈമരത്തും. എന്നാൽ സാംസങ് തന്നെ ആപ്പിളോ തന്നെ. എന്നാൽ ഇതിനൊക്കെ സ്പെഷ്യൽ മെൻഷൻ കൊടുക്കേണ്ടത് OnePlusനാണ്. ഇനി ആ പേടിയില്ല. ഇനി ഓല ഫോൺ ധൈര്യം എടുക്കാം. കാരണം ഒരു ലൈഫ് ടൈം വാറണ്ടി കൊടുത്തേക്കാം. ഗ്രീൻ ലൈൻ വന്നാൽ ലൈഫ് ടൈം വാറണ്ടി. ഇനി എല്ലാവരും OnePlusലേക്ക് പോകുന്നു തോന്നുന്നു. അല്ല, ഇനി എന്തായാലും പുതിയ ഫോണുകളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. ഇനി എന്തായാലും ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും വരാതിരിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ S23 ഉള്ളവരൊക്കെ അപ്ഡേഷൻ ഇപ്പോൾ തൽക്കാലത്തിന് ചെയ്യണ്ട. ഓക്കെ, സെറ്റാണോ അറിഞ്ഞതിൻ്റെക്ക് മാത്രം ചെയ്താൽ മതി. നിങ്ങളിഷ്ടമാണ്, നിങ്ങൾ പോയി അപ്ഡേറ്റ് ചെയ്തോളി. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഗ്രീൻ ലൈൻ വന്നാൽ പിന്നെ നമ്മളെ കുറ്റം പറയരുത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു അപ്ഡേറ്റ്. നിങ്ങളെ ഫോണിന് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ യൂസ് ചെയ്താൽ മതി. അപ്ഡേഷൻ ചെയ്തിട്ട് അപ്ഡേഷൻ ചെയ്തില്ലെങ്കിൽ ഇതാവും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഫോണിനൊരു കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ അപ്ഡേഷൻ ചെയ്യണ്ട. January 7 റെഡ്മീൻ്റെ 14C എന്ന് പറഞ്ഞൊരു മോഡൽ ഇറങ്ങുന്നുണ്ട്. റെഡ്മി 14C. അത് അതിൻ്റെ പിറ്റേന്നാണ് ഇത് ഇറങ്ങുന്നത്, OnePlus 13 January 7. അതും January 7 OnePlus 13. OnePlus 13 എനിക്കല്ല ഡിസൈനൊന്നും വലിയ ചേഞ്ച് ഇല്ല. അല്ല, വാഷിംഗ് മെഷീൻ വെച്ച് തരാൻ പറ്റില്ലല്ലോ, അത് വേറെ കാര്യം. സ്നാപ്ഡ്രാഗൻ്റെ 8Lite എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് വരുന്നത്. പിന്നെ ക്യാമറയും നല്ല 50 MP എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും അത് പോയി കാണും. അപ്പോൾ OnePlus 13 January 7 ഇറങ്ങും. പിന്നെ January 6 റെഡ്മി 14C ഇറങ്ങും. 120,000 130,000 എനിക്കറിയില്ല. പിന്നെ OnePlus 11R ഉള്ളവർക്ക് Android 15 അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ വേഗം പോയി ചെയ്തോളി. വേഗം പോയി ചെയ്യണം. അല്ല, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഗ്രീൻ ലൈൻ എങ്ങാനും വന്നാൽ ഓല് ഫ്രീ ആയിട്ട് മാറ്റിത്തരും. മറ്റേ ഓല് പണിയെടുക്കേണ്ട എന്തെങ്കിലും പൈസ കൊടുത്താൽ മതി. ഡിസ്പ്ലേ ഒരു ചിലവില്ല, ഫ്രീ ആയിട്ട് ഓല് മാറ്റിത്തരും. 16,000 12,000 ചിലവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും, അത് പോയി ചെയ്തോളി. Android 15 സാംസങ്ങിൻ്റെ S25 Slim എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അത് ഇറങ്ങാൻ പോവുകയാണ്. അത് ഈ January 22 അത് ഉണ്ടാവില്ല. ഈ 3 സീരീസ് S25, S25 Plus, S25 Ultra, ഈ 3 സീരീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഒരു 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ഇറങ്ങുന്നുണ്ടാവും സ്ലിം പറഞ്ഞ മോഡൽ. എന്തായാലും S25ഉം S25 സീരീസ് എന്തായാലും സമാധാനമായി. ഈ 3 സീരീസിലും ഈ സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് ഇരിക്കുന്നത്. സന്തോഷം.
ഞാൻ വിചാരിച്ചത് മറ്റേ S25നും S25+നും തന്നെ ആവുന്നു, എക്സിനോസ് തന്നെ ആവുന്നു. അവർക്ക് എക്സിനോസ് എന്തോ ഒരു പ്രശ്നം വന്നു, എന്തോ 55mm എന്തോ ഒരു സാധനം 60 ഇതാവേണ്ടത്, ഇവർക്ക് 55 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതന്നെ വെച്ച് സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റ്. എന്തായാലും അടുത്ത കൊല്ലം S25 അൾട്രയിലും എക്സിനോസ് ആവും. സന്തോഷമായല്ലോ അല്ലേ? S25 അൾട്രയിലും എക്സിനോസ് എന്ന് പറഞ്ഞ ചിപ്സെറ്റ് അത് കുറച്ച് ആദ്യം കാണുന്ന തന്നെ ഉള്ളൂ. ആദ്യം കാണുന്ന കളറും ആദ്യം കാണുന്ന ഒരു ഇതും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സ്ലോ ആവും. അത് സ്ലോ എന്ന് പറഞ്ഞാൽ സ്ലോ ആവും ചിട്ടാ. ഉപയോഗിക്കാം, നോർമൽ യൂസിനൊന്നും കുഴപ്പമില്ല. ഗെയിമിങ് എക്സിനോസ് എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഗെയിമിങ്ങിന് നടക്കൂല തോന്നുന്നു. എന്തായാലും ഇറങ്ങട്ടെ, നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഇത്രയുള്ളൂ ഗായ്സ്. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് ടെക് ന്യൂസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.